ഹാങ് ഔട്ട് കിച്ചണിൽ അടുത്തതായി പരിചയപ്പെടുത്തുന്നത് അച്ചായൻ സദ്യയുടെ മറ്റൊരു വിഭവമായ മട്ടൻ മുളകിട്ടതാണ്. അപ്പോൾ മട്ടൻ മുളകിട്ടതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തും. ഓക്കെ, മട്ടൻ മുളകിട്ടിന് ആവശ്യമായത് കടുക്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗ്രീൻ ചില്ലി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ്, കുരുമുളക്. ഇത്രയാണ് നമുക്ക് ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മൾ ഇപ്പോൾ ചട്ടി വെച്ച് എണ്ണ നല്ലപോലെ ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ചെറിയ കാറ്റുള്ള കാരണമാണ് സ്റ്റൗ ഇട്ടുകൊണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യാം. ഒരു സ്പൂണോളം ഇഞ്ചി ആഡ് ചെയ്ത് നമ്മൾ ഒന്ന് ചെറുത് മൂക്കുന്നത് വരെ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഒന്ന് മൂക്കട്ടെ. ഇഞ്ചി ഇത് മൂപ്പായിട്ടുണ്ട്. ഇത് പച്ചമുളക് ആഡ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കിലോളം, നമ്മൾ 2 കിലോ മട്ടനാണ്, ഒരു 1/2 കിലോളം സവാള ആഡ് ചെയ്തു. ആദ്യം ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലേശം കുറവാണ്. അപ്പം മട്ടനിലും മുളകിട്ട ലേശം വെളിച്ചെണ്ണ മുൻപ് വേണം. അതിന് നമുക്ക് അറിയാം. മുളകിട്ട കറിയായിട്ട് നമ്മൾ കുറച്ചും അധികം ഇത് വെക്കണം. എന്നുവെച്ചാൽ മേളിലൊരു ഷോയും വരുമ്പോൾ കറിക്കൊരു ടേസ്റ്റും വരും. ഓയിലല്ല, നമ്മൾ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. മറന്നു പോകരുത്. കുറച്ച് കരിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. എന്താ പ്രതിമ? ഇത് നമ്മൾ രണ്ടും കൂടെ ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നല്ലേ. നമുക്കൊരു സ്പൂണ് ഗാർലിക് പേസ്റ്റ് കൂടി തന്നെ. എന്തൊരു ഗാർലിക് പേസ്റ്റ്? ഒരു സ്പൂൺ പേസ്റ്റ്. നമ്മൾ ഉപ്പ് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ഉപ്പ് ആഡ് ചെയ്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് ഉപ്പ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം. എന്നാൽ ആ ഉള്ളിയുടെ ഒരു പച്ചമണവും ഒരു കൊത്തും ഒക്കെ മാറി ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്കൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മട്ടൻ വേവിച്ച് വെച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താണ്. ഇപ്പോൾ കുറച്ച് ആഡ് ചെയ്യാം. ആ മസാലയ്ക്കൊരു കളറും. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു മണം മാറി ഒരു വേറെ മണം വരുന്നു. പച്ചമുളക് മാറി വരുമ്പോഴേ നേരത്തെ മസാല ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ആഡ് ചെയ്യേണ്ടത് അടുത്ത ആഡ് ചെയ്ത് നമ്മൾ ഗരം മസാലയാണ്. ഇവിടെ കുറച്ച് ഗരം മസാലയാണ് ആഡ് ചെയ്തത്. ഇതെല്ലാം നമ്മുടെ ഹാങ് ഔട്ടിൽ നമ്മളായിട്ടുള്ള മസാലയാണ്. ആ മസാലയുടെ കുത്തുമണം മാറുമ്പോൾ ഒരു 4 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ മട്ടൻ മുളക് ഇട്ടതാണല്ലോ, അപ്പോൾ മുളക് പൊടി നമ്മൾ മുൻകൂർ
ആയിട്ട് നിൽക്കണം. കാശ്മീരി നമ്മൾ കളർ നല്ല അല്ല, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മളൊരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യും, കറിക്കൊരു കൊഴുപ്പിനും. കാശ്മീരി ചില്ലി ആഡ് ചെയ്തു, മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 2 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് മിക്സ് ചെയ്യണേ. അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ ആണ്. ഇത് 2 ടൊമാറ്റോ ഉണ്ട്, അതുകൂടെ ആഡ് ചെയ്ത് കട്ട്. തക്കാളി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആഡ് ചെയ്യുന്ന 1 സ്പൂൺ കുരുമുളക് പൊടി. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ചതച്ച മുളകാട്ടം. നമ്മൾ മട്ടൻ മുളക് ഇട്ടതാണ്, അപ്പോൾ ആ ചതച്ച മുളകിൻ്റെ കൂടെ ഒരു പൗഡർ ആഡ് ചെയ്യാം. ഇതൊന്ന് കുറയ്ക്കാല്ലേ ചെയ്യുന്ന. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മളിപ്പോൾ ഇതിനകത്ത് കുറച്ച് ആഡ് ചെയ്യാൻ പോകുന്നത് കാജു, അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റും തേങ്ങയും കൂടെ, തേങ്ങാപ്പാലും. ഓക്കെ, അത് ഒരു കറക്റ്റ് ഒരു കൊഴുപ്പിനും ഒരു ടേസ്റ്റ് ഡിഫറൻസിനും വേണ്ടി. അപ്പം നല്ലപോലെ ഇളക്കണം, അടി പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്തൊക്കെയാണ് അനീഷേട്ടൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ ഒഴിച്ചിരിക്കുന്നത് ഇതിനകത്ത് അണ്ടിപ്പരിപ്പും തേങ്ങ ഇതും കൂടാണ് അരച്ച് ഒരു കറിക്ക് കൊഴുപ്പിനും കറിക്ക് ഒരു ടേസ്റ്റും. തേങ്ങ ടേസ്റ്റിനും കൊഴുപ്പ് കിട്ടാനും വേണ്ടി, ടേസ്റ്റിനും കൊഴുപ്പ് കറിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊന്ന് മൂക്കണം. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്യും. തേങ്ങയുടെ പച്ചമണം മാറുന്ന വരുമ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. പച്ച മണമൊക്കെ മാറി. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മട്ടൺ ആഡ് ചെയ്യാൻ പോവാണ്. എന്താ ഇളക്കത്തില്ലേ? ഞാൻ മട്ടൺ ആഡ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന മട്ടനാണ്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ വേവിച്ച് വെച്ച മട്ടനകത്ത് മറ്റെന്തൊക്കെയാണ് ഐറ്റംസ്? ഇതിനകത്ത് നമ്മൾ അധികം ചെയ്തില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞപ്പൊടി, ഉപ്പ്, അത്ര ഐറ്റംസ് ഇട്ട് നമ്മൾ വേവിക്കുക. എന്നിട്ട് ആ മട്ടനിലേക്ക് ആ ഒരു മസാലയുടെ എഫക്റ്റ് വരാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിത് ആഡ് ചെയ്യാം. നല്ലപോലെ ഇളക്കി കേട്ടോ. അപ്പോൾ ഇതിന് ഓക്കെ, ഞാൻ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, കറിവേപ്പിലൊക്കെ നിറങ്ങി പിന്നെ നമ്മൾ വറുത്തിടുന്നത് അത് ലാസ്റ്റ് താളിക്കും. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞാൽ. ഇല്ലേ, പ്രീതിമയ്ക്ക് പൊക്കമില്ലാത്ത മിക്സിങ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യാം. ഒരു കണക്കുണ്ടായില്ല പറ്റുള്ളൂ. ഞാനൊക്കെ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്കൊരു 10 വട്ടമാണ് കൊണ്ടുവയ്ക്കാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ മുളകിട്ട് ഏകദേശം റെഡിയായി. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യാനുള്ളത് കുറച്ച് വെക്കാൻ നോക്കുന്നത് പെരിഞ്ചീരക പൗഡറാണ്. ഏകദേശം 1 സ്പൂണോളം പെരിഞ്ചീരക പൗഡർ ആഡ് ചെയ്യും. ഇതൊക്കെ നമ്മൾ
ലാസ്റ്റ് ചെയ്യുന്ന നമ്മുടെ കയർ, പിന്നെ കുറച്ച് മല്ലിയില, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൗഡറും കൂടെ നമ്മൾ ആഡ് ചെയ്യാം. ഏകദേശം കുരുമുളക് അപ്പോൾ നമ്മുടെ മട്ടൻ മുളക് ഇട്ട് റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് താളിച്ച് ഇറക്കാം. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രീഡും നോക്കി ചൂടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇറക്കാം. നമുക്കിത് ഇറക്കി താളിച്ച് വെക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് മട്ടൻ മുളകിട്ട് താളിക്കണം. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് കറിവേപ്പില ഇടുക, ചുമന്ന മുളക് ലേശം മഞ്ഞപ്പൊടി, 1 സ്പൂൺ, ഒരു 1/4 സ്പൂണ് മുളക് പൊടി മേളിൽ ആ ഒരു കളറിന് കിട്ടും. അപ്പം മട്ടൻ മുളകിട്ടത് നമ്മുടെ അച്ചായൻ സദ്യയുടെ സ്പെഷ്യൽ ഐറ്റമായ മട്ടൻ മുളകിട്ടത് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഹാങ് ഔട്ട് കിച്ചൻ്റെ അച്ചായൻ സദ്യയിലെ സ്പെഷ്യൽ ഐറ്റമായ മട്ടൻ മുളകിട്ടത് ഇവിടെ റെഡിയാണ്. ഇതുപോലുള്ള വെറൈറ്റി ഫുഡുകൾ പരീക്ഷിക്കുവാനും പരിചയപ്പെടുവാനും വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.